40കളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുണ്ട്. ഹുക്കൂമത്തെ ഇലായി അതിനൊക്കെ മാറ്റം വന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ്. പല കോലത്തിൽ അവർ വരിക. ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയത് സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും. നുഴഞ്ഞു കയറിയാൽ സമസ്ത തടുത്തു നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? അവർ വൻചതിൽ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരോട് അകലം പാലിക്കണം. സമസ്ത നിർത്തിയെടുത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം. അതിന്റെ അപ്പുറം അവരുമായിട്ടൊരു കൂട്ടുകെട്ടോ ഓരോരോ സൗഹൃദമോ വേണം. നാലാളിനു മുൻപിൽ നിർത്താൻ കൊള്ളാത്ത മതരാഷ്ട്രവാദികളെ കൈകൊണ്ട് ആനയിച്ച് രംഗത്തിറക്കുന്നത് 4 വോട്ടിന് വേണ്ടിയല്ലേ? ജമാഅത്തെ ഇസ്ലാമി ഉള്ളിലിരുന്ന് കാർന്നു തിന്നുന്ന ചിതലാണെന്ന് സമസ്ത മുഷാവറ അംഗത്തിന് പോലും തുറന്നു പറയേണ്ടി വന്നത് ഇസ്ലാമിക സമുദായം അതിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ നിലനിന്ന് കാണണമെന്നുകൊണ്ടുകൂടിയാണ്. മതരാഷ്ട്രവാദികളുടെയും വർഗീയ കക്ഷികളുടെയും സഹായമില്ലാതെ നിൽക്കാൻ കഴിയാത്ത മുന്നണിയായി UDF മാറുന്നത് എങ്ങനെയാണ്? ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് എത്ര നാൾ നിൽക്കാൻ കഴിയും? മതനിരപേക്ഷ നിലപാട് ഉയർത്തിയ മുസ്ലിം ലീഗിന്റെ പഴയ നേതൃത്വത്തിന്റെ ഓർമ്മകൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോർ നിയന്ത്രിക്കുന്ന പുതിയ നേതൃത്വത്തിന് ബാധ്യതയാവുകയാണോ? UDFനെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് കോൺഗ്രസും ലീഗും? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് വി വസീഫ്, കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. ഇപ്പോൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ ഈ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വാചകമെന്ന് തന്നെ പറയാൻ കഴിയും. നേരത്തെ ഈ ലീഗിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമൊക്കെ, അതായത് ജമാഅത്തെ ഇസ്ലാമി ഉള്ളിലേക്ക് കടന്നു കയറി കാർന്നു തിന്നുന്ന ചിതലാണെന്ന് പറഞ്ഞത് ഒരുപക്ഷെ UDFനോട്, കോൺഗ്രസിനോട്, ലീഗിനോട് മാത്രമല്ല, അദ്ദേഹം വളരെ ഗൗരവമായൊരു വിഷയമാണ് അവതരിപ്പിച്ചത്. ഇത് സമസ്തയെ കൂടാതെ ഇസ്ലാമിക സമുദായത്തെ ആകെ തകർക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് നിലപാട്, വല്ലാതെ കടന്നു പോകുകയാണ്. ഒരുപക്ഷെ ഈ ക്ഷമയുടെ അതിർവരമ്പ് കടന്നതിന് ശേഷമായിരിക്കണം ഉമർ ഫൈസി മുക്കത്തിനടക്കം ഇത് പറയേണ്ടി വരുന്നത്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ലീഗും കോൺഗ്രസുമൊക്കെ UDFനെ? അല്ല, ഇത് ഈ ഷിജു, ഈ പ്രശ്നത്തില് മലപ്പുറം ജില്ലയിൽ മാത്രം 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് UDFുമായി ഇവർക്ക് ഈ വെൽഫെയർ പാർട്ടിക്ക് സഖ്യമുള്ളത്. നേരത്തെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവരെ അവതരിപ്പിച്ചതെങ്കിൽ ഇപ്പൊ അത് ആ വേഷം മാറ്റി ഇപ്പോ നേരിട്ടാണല്ലോ ഏർപ്പാടായിട്ട് വരുന്നത്. അപ്പൊ ഇവര് വാസ്തവത്തിൽ എന്താണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഉമർ ഫൈസിയെ പോലുള്ള ആൾക്കാർ നിരന്തരം ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ആരാണ്? ഇത് മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് കരുതാനേ കഴിയില്ലല്ലോ. അവർക്ക് ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആൾക്കാരാണോ അതിന് തലപ്പത്തിരിക്കുന്നവര്? തീർച്ചയായിട്ടും അല്ല. പിന്നെന്താണ് പ്രശ്നം? അവർക്ക് ഇവരുടെ ഈ ആശയപരമായ മേധാവിത്വം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ മേധാവിത്വം അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ലീഗും ലീഗിനെ തുടർന്ന് കോൺഗ്രസും UDF ആകെയും തയ്യാറാവുന്നത് എന്നുള്ളതാണ് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. 2010-ലാണല്ലോ പ്രൊഫസർ P. ജോസഫിന്റെ കൈവിട്ടുന്നത്. ഇവരാണല്ലോ ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികൾ, CPI കക്ഷികളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതുണ്ടാക്കിയ ഒരു വലിയ വർഗീയ വിരുദ്ധ വികാരമുണ്ട് സമുദായത്തിന് ഉള്ളിൽ. മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിനെ ഡയറക്റ്റായിട്ട് തന്നെ വിമർശിക്കുന്ന, വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മലപ്പുറം കോട്ടക്കലിൽ
പിന്നെ മുസ്ലിം ലീഗിന്റെ മുൻകൈയിൽ ഒരു ഓ, പിന്നെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത് വിവിധ മുസ്ലിം സംഘടനകൾ, ഏത് മുസ്ലിം സംഘടനകളുണ്ടോ ലീഗിന് കൂട്ടാകും ആ മുസ്ലിം സംഘടനകളിൽ വിളിച്ചു ചേർത്തിട്ട് അതിൽ ഇവരെ പങ്കെടുപ്പിക്കുന്നില്ല, SDP പങ്കെടുപ്പിക്കുന്നില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധികളെ ആരും പങ്കെടുപ്പിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് ഈ പങ്കെടുപ്പിക്കാത്തതിനെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റില് 2010 തന്നെ മാധ്യമ ദിനപത്രത്തിൽ അവരുടെ മാധ്യമപ്രവർത്തകരും അവരുടെ പിന്നെ ഈ ഇന്റലക്ച്വൽ ഫേസുമായിട്ടുള്ള ദാവൂദിന്റെ ഒരു ലേഖനം വരുന്നുണ്ട് മാധ്യമ ദിനപത്രത്തിൽ എഡിറ്റ് പേജില്. അത് പിന്നെ കോട്ടക്കലിലെ വർഗീയ വിരുദ്ധ കഷായം എന്നാണ് ആ ലേഖനത്തിന്റെ പേര് തന്നെ. കാരണം അതില് വളരെ നിശ്ചിതമായി മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ടാണ് ദാവൂദ് ലേഖനം എഴുതുന്നത്. തന്റെ ഉണ്ടെങ്കിൽ ദേശീയ തലത്തിലൊരു പരസ്യ സമാജത്തിന് വരാൻ വരെ വെല്ലുവിളിക്കുന്നുണ്ട് ദാവൂദിന്റെ മാധ്യമ ലേഖനത്തിൽ. മാധ്യമമാണല്ലോ ഇവരെ വിളിക്കാതിരുന്ന കാരണം തന്നെ മാധ്യമ ദിനപത്രം ഈ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ അതിനു മുൻപ് കൈവെട്ടുന്നതിന് മുമ്പുള്ള കാലത്തും അതിനുശേഷവും നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇവരെ വിളിക്കാതിരിക്കുന്നത് ലീഗ് മറ്റേ സംഘടനകളെ വിളിക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട് ജയചന്ദ്രൻ, തുടരാം. അപ്പൊ അത് ആ പശ്ചാത്തലത്തിലാണ് വിളിക്കാതിരിക്കുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ച് തന്നെയാണ് ലേഖനം ഉടനീളം ലീഗിനെ കൈകാര്യം ചെയ്യുന്നത്. ആ ലീഗ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ലീഗ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ലീഗ് പിന്നെ ഇവര് മുസ്ലിം സമുദായത്തിനകത്ത് ദേശവിരുദ്ധവും വർഗീയ അധിഷ്ഠിതവുമായ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരെ പങ്കെടുപ്പിക്കാത്തതെന്ന് അന്ന് ലീഗ് വ്യക്തമാക്കിയ നിലപാടിൽ ഇന്ന് എങ്ങനെയാണ് മാറ്റം വന്നത്, ലീഗിന് മാറ്റം വന്നത് എങ്ങനെയാണ്, ഏതടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും വെൽഫെയർ പാർട്ടിയും ഒക്കെ വർഗീയ വിരുദ്ധത എന്നുള്ള അജണ്ടയിൽ നിന്ന് മാറി ദേശീയ മതനിരപേക്ഷ പാതയിലേക്ക് വന്നത് എന്ന് വിശദീകരിക്കാൻ ആ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ആ പാർട്ടിക്ക് മാത്രമല്ല, ഈ UDF ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? നൽകുന്നത് പിന്നെ കോൺഗ്രസ് ആണല്ലോ. അപ്പൊ കോൺഗ്രസിനും നേരത്തെ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് സംബന്ധിച്ച്. ഞാൻ ആ പറഞ്ഞതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് കോൺഗ്രസും അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ അവർക്കും ബാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇവർ ദേശീയ മുഖ്യധാരയിലേക്ക് വന്നതായി ലീഗും കോൺഗ്രസും UDF ആകെയും കരുതുന്നത്? ആ കരുതുന്നത് കൊണ്ടാണോ ഇപ്പോ മലപ്പുറം ജില്ലയിൽ മാത്രം 30 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്, മത്സരിക്കാനായി വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ പുള്ളിയുടെ പുള്ളി എത്ര തൂത്താലും ആയില്ല എന്ന് നമ്മൾ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലല്ല, ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് അവർ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ള വാദമുഖങ്ങൾ മാത്രമേ ഞാൻ ഉന്നയിച്ചുള്ളൂ. അല്ലാതെ എന്റേതായ വാദമുഖങ്ങളോ CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ സംബന്ധിച്ച് ഉന്നയിക്കുന്ന വിമർശനങ്ങളോ ഒന്നും ഞാൻ ആദ്യഘട്ടത്തിൽ പറയുന്നതേ ഇല്ല. അത് ഞാൻ മാറ്റി നിർത്തുന്നു. എന്നിട്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്നത് പോലെ പിന്നെ മാധ്യമ ലേഖനത്തിൽ വിമർശിച്ച ദാവൂദിന്റെ പക്ഷത്തിനെ എങ്ങനെയാണ് ദേശീയ മുഖ്യധാരയുടെ ഭാഗമായിട്ടും വർഗീയ വിരുദ്ധ നിലപാടുള്ളവരുമായിട്ടും മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്ന് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് എന്റെ ആദ്യ ഘട്ടത്തിലെ പ്രതികരണമായിട്ട്. ശരി സി ജയചന്ദ്രൻ, ഏതായാലും നിജേഷ് അരവിന്ദ് കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വസീഫ്, ഒരുപക്ഷെ ജയചന്ദ്രൻ സാറ് ചൂണ്ടിക്കാട്ടിയ പോലെ അന്ന് ദാവൂദ് എഴുതിയ ലേഖനമുണ്ട്, ആ കോട്ടക്കൽ കഷായം. ആ കോട്ടക്കൽ കഷായം 20 വർഷത്തിന് ശേഷം 30 വർഷത്തിന് ശേഷം എങ്ങനെയാണ് മധുരമുള്ള കഷായമായി ലീഗിനും കോൺഗ്രസിനും മാറുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തം. നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ ഈ UDF-ന് കോൺഗ്രസ്സിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ യാതൊന്നും തന്നെ ഇല്ലാതെ, ഒരുപക്ഷെ നേരത്തെ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ 4 ആളിന് മുമ്പിൽ നിർത്താൻ കൊള്ളാൻ കഴിയാത്ത മതരാഷ്ട്രവാദികളെ ഏണിവെച്ച് കൈകൊടുത്ത് ആനയിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് പറയാനൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അത് ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മതരാഷ്ട്രവാദികളുടെ പിന്തുണ UDF-ന്റെ തലച്ചോറായി മതരാഷ്ട്രവാദികൾ മാറുന്നത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ എനിക്കൊന്ന് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിനിധി ഇവിടെ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്ക് ശേഷമായിരിക്കുമല്ലോ സംസാരിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹം അതിലൊരു ക്ലാരിറ്റി വരുത്തും.
കാരണം കെ പി ബാബു എന്ന് പറയുന്ന DCCയുടെ ഭാരവാഹി കഴിഞ്ഞ ദിവസം കൈരളിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്നോട്, ഞാനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അപ്പോൾ വളരെ ആധികാരികമായിട്ട് അദ്ദേഹം പറയുകയാണ്, സദസ്സിൽ നിന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, വെൽഫെയർ പാർട്ടിയുമായിട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ്സിന് ഒരു ധാരണയുമില്ല, അവരുമായി ഞങ്ങൾ സീറ്റ് പങ്കിടില്ല എന്ന് DCC പ്രസിഡൻറ്റിൻ്റെ സംസാരത്തെ, DCC പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഉറപ്പിച്ചും തറപ്പിച്ചും അങ്ങ് പറയുക. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അത് കള്ളമാണെന്നും ഇവർ ഈ നാടിനെ പറ്റിക്കുകയാണെന്നും ജനങ്ങളുടെ ചിന്താശേഷിയെ, ജനങ്ങളുടെ ഈ സാമാന്യ ചിന്തയെ ഇവർ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. നുണ പറയുന്നതിൽ നല്ല മിടുക്കാണ് നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഇദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു, കോഴിക്കോട് കോർപ്പറേഷനിൽ ചെറുവണ്ണൂരിൽ മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയാണ്. അവിടെ UDFന് മറ്റൊരു സ്ഥാനാർത്ഥിയില്ല. UDF പാനലിൽ ഇവരാണ് മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കൊടിയത്തൂർ പഞ്ചായത്ത്, ആ കൊടിയത്തൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിലും 1-ാം വാർഡിലും UDFൻ്റെ പ്രതിനിധികൾ വെൽഫെയർ പാർട്ടിക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. 15-ാം വാർഡിൽ മത്സരിക്കുന്ന കക്ഷി KC കുഞ്ഞോക്കു എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവിൻ്റെ, ആ പ്രദേശത്തെ സ്ഥാപക നേതാവിൻ്റെ മകനാണ്. ഇത് ആർക്കും അറിയുന്നതല്ലേ. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് 15-ാം വാർഡിൽ ആര് മത്സരിപ്പിക്കുന്നത്? ഈ UDF മത്സരിക്കുന്നത്. പോസ്റ്ററിൽ വരെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഒരു മടിയും ഇവർക്ക് കള്ളം പറയാനില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവർ പറയുന്നു, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊരു ബന്ധവുമില്ല. സാക്ഷാൽ തങ്ങൾ മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ, കോഡൂർ പഞ്ചായത്താണെന്ന് തോന്നുന്നു, സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇവിടെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ DCC പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് DCC ഭാരവാഹി KP ബാബു എന്ന് പറയുന്ന കക്ഷി കൈരളിയിൽ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു ധാരണയുമില്ല എന്ന്. എന്നാൽ ഈ ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല നീക്കുപോക്കുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ കാണേണ്ടത് ആയുധം നഷ്ടപ്പെട്ട UDFന് ജയിക്കാൻ മറ്റു മാർഗമില്ല. അവരെന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. കെട്ടുറപ്പില്ലാത്ത UDF, ഇവിടെ ഒരു സംഘടനാ സംവിധാനമില്ലാത്ത UDF, ആ UDFനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, BJP ആണെങ്കിൽ BJP, ആരെ കൂട്ടിയാലും എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയുമായി മാത്രം നടക്കുകയാണ്. അധികാരം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന നിലക്കാണ് ഇവർ പോകുന്നത്. ഇതൊരു അപകടകരമായ ഒരു നീക്കമാണ്. അതാണ് സമസ്തയുടെ നേതൃത്വം ഉൾപ്പെടെ പരസ്യമായി അവരുടെ അഭിപ്രായം പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി RSS ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടിൽ അപകടകരമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഒരു മതത്തിൻ്റെ പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് വൈകാരികമായി ആളുകളെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അവരെ വല്ലാത്ത രീതിയിലേക്ക് ഇടപെടിപ്പിക്കുന്നതിനൊക്കെ പ്രേരണ നൽകുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അവർ ഒരു രാഷ്ട്രീയ രൂപത്തിൽ കടന്നു വന്ന് നമുക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ, മനുഷ്യർക്കിടയിൽ, ഈ ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവരുടെ പണവും ഇവരുടെ മീഡിയ സംവിധാനവും എല്ലാം ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ അങ്ങ് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു വല്ലാത്ത ഒരു മായാവലയത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പെട്ടുപോകുന്നു. ഇവരെ കൂട്ടിയാലെങ്കിലും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടാകുന്നു. അതിനെ തിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ കൂടെ എല്ലാ കാലത്തും നിൽക്കുന്ന സമസ്ത സുന്നി തന്നെ ആധികാരികമായിട്ട് പരസ്യമായി ഉറപ്പിച്ചു പറയുന്നത്. എന്താണ് ഇതിൽ UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതികരണം എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ശരി വസീഫ്. നിജേഷ്, ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ് ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് കുറ്റ്യാടിയിലെ കുന്നുമ്മൽ ബ്ലോക്കിലെ മരുതോങ്കരയിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട അവിടെ ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ കൈരളി ന്യൂസിലൂടെ തന്നെ പുറത്തു വന്നതാണ്. ഇങ്ങനെ സീറ്റുകൾ ഒഴിച്ചിടുന്നു, ഇങ്ങനെ ധാരണയിൽ പോകുന്നു. ഇവിടെ സമസ്ത മുഷാവറ അംഗത്തിന് തന്നെ പറയേണ്ടി വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷേ ആദ്യം നിജേഷ് അരവിന്ദ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പല ഘട്ടങ്ങളിൽ
സാഹിത്യത്തിലൂടെ കടന്നു വന്നു, മാധ്യമത്തിലൂടെ കടന്നു വന്നു, പല മേഖലകളിലൂടെ കടന്നു വന്നിട്ടും വേരുറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണിപ്പോൾ ഇവിടെ കാർന്ന് തിന്നുന്ന ചിതലിനെ പോലെ UDF-ലേക്കുള്ളിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ നേതാവ് VD സതീശൻ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് പരസ്യമായി പറയാൻ കഴിയുന്നില്ല. നേരത്തെ വസീഫ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കൈരളിയുടെ പരിപാടിയിൽ ആ DCC അധ്യക്ഷൻ തന്നെ പച്ചക്കള്ളം പറയുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്നുകിൽ ഉറച്ച നിലപാടിൽ പറയണം, ഞങ്ങൾ മതരാഷ്ട്രവാദികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് വേറെ എന്താണ് ജനങ്ങളോട് പറയാനുള്ളതെന്നുള്ള ചോദ്യമാണ് ഒരേ സ്വരത്തിൽ വസീഫും MJ ചന്ദ്രനും ചോദിച്ചത്. എന്റെ ഓഡിയോ ക്ലിയർ അല്ല, എന്താണ് അതിന്റെ സാങ്കേതിക പ്രശ്നം? താങ്കൾ പറയുന്നത് കേൾക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഞാൻ മുഴുവനായിട്ട് കേട്ടില്ല, എങ്കിലും ഞാൻ അത് ഊഹിച്ച് മറുപടി പറയാം. ഏതായാലും ചർച്ചയ്ക്കകത്ത് ശ്രീ വസീഫ് ഉള്ളത് നന്നായി. ഞങ്ങളൊരു ജില്ലക്കാരാണ്. വസീഫിന്റെ നാട് കൊടിയത്തൂരാണ്. കൊടിയത്തൂരിന്റെ തൊട്ടടുത്താണ് മുക്കം മുനിസിപ്പാലിറ്റി. മുക്കം മുനിസിപ്പാലിറ്റിയിൽ 2015 അവരുടെ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ഫോട്ടോ വസീഫിന്റെ കയ്യിലുമുണ്ട്, എന്റെ കയ്യിലുമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയും CPIM-ഉം യോജിച്ചു ചേർന്ന് ജയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയത് വസീഫിന്റെ തൊട്ടടുത്ത നാട്ടിൽ, വസീഫിന്റെ പഞ്ചായത്തുമായി അതിർത്തി പങ്കുവെക്കുന്ന മുക്കം മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് ആലോചിച്ചാൽ ഓർമ്മയുണ്ടാകും. ഈ തവണ വെൽഫെയർ പാർട്ടി പറഞ്ഞത് ഞങ്ങൾ 2 മുന്നണികളുമായി ചർച്ചയ്ക്ക് മുന്നണിയിൽ ഉണ്ട് എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ അഴിയൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് SDPI-യുമായിട്ടായിരുന്നു ഇടതുപക്ഷം കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് ചേർന്നത്. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ SDPI 1ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി CPM-ന്റെ വോട്ടുകൾ ഇല്ലാതായി പോയതും ഇവിടെയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ചാനലുകളിലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുമ്പോൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും 2 തവണ MLA-യുമായ പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡ് ജയിലിൽ ഗോതമ്പുണ്ട തിന്നുന്ന ചർച്ച വരുന്ന സമയത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു ജയിലിലായ കഥ പറയുന്ന സമയത്ത്, ചരിത്രം പറയുന്ന സമയത്ത് ശബരിമലയിലെ ഒരുക്കങ്ങൾ എല്ലാം പാളിപ്പോയി ഭക്തർ അലയുന്ന ചർച്ച വരുമ്പോൾ ഏതോ ഒരാളുടെ പ്രസംഗം എടുത്ത് ഒരു ചാനൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും എനിക്ക് സൗകര്യമുണ്ട്. വസീഫിന്റെ തൊട്ടടുത്താണ്. അല്ല, താങ്കൾ പറഞ്ഞതിനകത്ത് നിജേഷ് ഒന്ന് ഇടപെടുകയാണ്. ഏതോ ഒരാൾ എന്ന് പറയുന്നു, അതായത് ഏതോ ഒരാൾ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. ഏതോ ഒരാളിന്റെ പ്രസംഗമല്ല. സമസ്ത മുഷാവറ എന്ന് പറയുന്നത് UDF സംവിധാനത്തിന് ലീഗിന് എങ്ങനെ ഏതോ ഒരാളായി പോകുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം ഇവിടെ ഉയരുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് ചാനലുകൾ ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശബരിമലയെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് എത്ര ലാഘവത്തോടെ, എത്ര പ്രാധാന്യത്തോടെ മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിജേഷ് അരവിന്ദ് ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം നിജേഷ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. നിങ്ങൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്, മുസ്ലിം സമുദായത്തിനൊരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ഇവിടെ മതരാഷ്ട്രവാദികൾ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ സമസ്തയിലെ ഏതോ ഒരാളെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നത്? അതുതന്നെയാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന, കാലങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. നിങ്ങൾ എവിടെയൊക്കെയാണോ ഈ അവസരവാദ നിലപാടെടുത്തിരിക്കുന്നത്, നിങ്ങൾ എവിടെയൊക്കെ ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ മതരാഷ്ട്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്നത് ഈ മതരാഷ്ട്ര ഉള്ളടക്കമുള്ള, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഈ സമൂഹത്തിലൂടെയാണ്. നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഈ വർഗീയതയ്ക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. വർഗീയതയാണ് ശരിയായ നിലപാടെന്നുള്ളതാണ്. മതരാഷ്ട്രവാദം വരണമെന്ന മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിജേഷ്, സുഹൃത്തെ, നിങ്ങളെന്നെ ഉപദേശിക്കുകയാണെങ്കിൽ അത് പറയണം, നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് പറയണം. ഉപദേശം നിങ്ങൾ ചാനലിലൂടെ അല്ല, ഉപദേശമല്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിജേഷ് നിങ്ങൾ പറഞ്ഞല്ലോ ഏതോ ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ചോദിച്ചു. ഏതോ ഒരാൾ, നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരാളാണോ ഈ മുഷാവറ അംഗം ഉമർ ഫൈസി മുഖം എന്ന് എനിക്കറിയില്ല. നിങ്ങളും കോഴിക്കോടുകാരനാണെന്നാണല്ലോ പറഞ്ഞത്. ഏതോ ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പെട്ടെന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്റെ നാട്ടിലാണ്, വസീഫിന്റെ നാട്ടിലാണ് അദ്ദേഹം. ഉമർ ഫൈസി മുക്കം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കഴിഞ്ഞ 2-3 കൊല്ലത്തെ നിലപാടുകൾ നിങ്ങളുടെ ആർക്കൈവ്സിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. ഉമർ ഫൈസി മുക്കത്തിൽ നിന്നും രാഷ്ട്രീയം പഠിക്കാൻ ഞങ്ങൾ തൽക്കാലം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് വളരെ കൃത്യമാണ്. വെൽഫെയർ പാർട്ടിയുമായി UDF-ഉം ചർച്ച ചെയ്തിട്ടുണ്ട്, LDF-ഉം ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. ഭരിച്ചത് ക്യൂബയിലല്ല, വസീഫിന്റെ നാട്ടിലാണ് 2015. അതൊന്ന് വ്യക്തമാക്കിയിട്ട് പോകാം. 2020 ഞങ്ങളും വെൽഫെയർ പാർട്ടിയും ഒരുമിച്ചായിരുന്നു പ്രതിപക്ഷത്ത്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയെ തൊട്ടുകൂടാത്തവർ അത് പറയുന്നില്ല. അങ്ങനെ ഒരു നിലപാടും ഞങ്ങൾക്കില്ല. അത് നിലമ്പൂർ ഇലക്ഷൻ ഞങ്ങൾ ഒളിച്ചിട്ടല്ല പറഞ്ഞത്, പരസ്യമായിട്ടാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. കേരളത്തിൽ വെൽഫെയർ പാർട്ടി വന്നത് മുതൽ അവർ ഏതെങ്കിലും മതരാഷ്ട്ര പ്രഖ്യാപനങ്ങൾ നടത്തിയോ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി
ഞങ്ങൾ വെൽഫെയർ അല്ല പാർട്ടി കഴിഞ്ഞ ഞാൻ കുറച്ച് ഇതിനിടയ്ക്ക് കാലമായി കാണുന്നത്. നിജേഷ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ 2014, അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലമാണ്. 2014 മാർച്ച് 18 ഹൈക്കോടതിയിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തു. ഭരണഘടനയെ അംഗീകരിക്കാത്ത അണികളെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഘടനയാണ്, അങ്ങനെ സന്ദേശം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. എനിക്കത് നിങ്ങൾ ആ സാങ്കേതിക തകരാറ് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അല്ല, ഞാനിപ്പോൾ പറയുന്നത് കേൾക്കാമോ? കട്ടായി പോകുന്നു. നിങ്ങളെ ടെക്നിക്കൽ ടീമിനോട് പറയൂ. അല്ല, അത് നോക്കാം. നിജേഷിലേക്ക് വരാം, അത് പരിഹരിച്ച ശേഷം നിജേഷിലേക്ക് വരാം. വസീഫ്, ഏതായാലും ഇപ്പോൾ നിജേഷ് പറഞ്ഞത് ഈ മുക്കത്തെ ആ ഒരു ധാരണയെക്കുറിച്ചാണ്. മുക്കത്ത് CPM-ഉം വെൽഫെയർ പാർട്ടിയും തമ്മിൽ എന്തോ ധാരണയുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ പറയുകയും ചെയ്തത്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വിടാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നിജേഷ് പറഞ്ഞു വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് ധാരണയുണ്ട്. വളരെ നല്ല കാര്യം, വളരെ കൃത്യമായി തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, ധാരണയുണ്ട്. അവിടെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. 2014 ഉമ്മൻചാണ്ടിയുടെ ഒരു നിലപാട്. ഏതായാലും ആ മുക്കത്ത് ഉണ്ടായിരുന്ന ധാരണ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മുക്കത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ വസീഫെ? ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിജേഷിന് കേൾക്കാം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിജേഷിൻ്റെ DCC പ്രസിഡന്റ് ആരാണ്? പ്രവീൺ കുമാറാണ്. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് KP ബാബു അദ്ദേഹത്തെയും ഏതോ ഒരുത്തൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അപ്രസക്തനാക്കുമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇതേ കൈരളി ചാനലിൻ്റെ മാനാഞ്ചിറ വെച്ച് നടന്ന പടക്കളം പരിപാടിയിൽ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്, കൈരളിക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റീടെലികാസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ. അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്, ഒരു ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു ധാരണയുമില്ല എന്ന്, വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ ഒരു നീക്കുപോക്കും നടത്തുന്നില്ല എന്ന് ഇവർ ഉറപ്പിച്ചു പറയാം. ഇവരുടെ VD സതീശൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ നേരെ തിരിച്ചാ പറഞ്ഞത്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയല്ല, അവർ മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല, മതരാഷ്ട്രവാദം പറയുന്നില്ല എന്ന് VD സതീശൻ പറയാം. അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞങ്ങൾ ഒരു കാലത്തും അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ഏതോ കാലത്ത് ഒരു നീക്കുപോക്കോ മറ്റോ മുക്കം നഗരസഭയുടെ ഭാഗമായുള്ള അവിടെയുള്ള ഏതോ ഒരു വാർഡിൽ, അതും ഒരു പ്രത്യക്ഷ അലയൻസോ അങ്ങനെ ഒരു നീക്കുപോക്കോ ഒന്നുമല്ല ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് CPM-ന്റെ നേതൃത്വം ഇടപെട്ട് തിരുത്തി സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വളരെ കർക്കശത്തോടു കൂടി ഒരിടത്തും അങ്ങനെ ഒരു നീക്കുപോക്കും വേണ്ടതില്ല, ഒരു പ്രത്യക്ഷ ധാരണയുമില്ല, നീക്കുപോക്കും വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പാർട്ടിയാണ് നമ്മളെ പാർട്ടി. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതൊന്നുമല്ല. ഇത് മനസ്സിലാക്കി, കാരണം അത്രയേറെ പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് എടുത്ത് പറയാൻ സാധിച്ചത്. ആ ഒരു സ്ഥലത്ത് അത് പാടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു, ഇനി അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു രാഷ്ട്രീയ നിലപാടെടുക്കുക, അത് കേരളത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുക. അതാണ് ഒരു ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഒരു കാര്യം. അവരെ കൂട്ടിയല്ല നമ്മൾ ഭരിക്കുന്നത്. പിന്നീട് നടന്നത് എന്താ? കേരളത്തിൽ ഇവർ ആരെയും കൂട്ടും എന്നുള്ളിടത്തേക്ക് എത്തുകയല്ലേ, ആരുമായും എന്ത് ബന്ധവും ഉണ്ടാക്കും. കോലീബി സഖ്യം ഉണ്ടാക്കിയവരാ ഇവര് ഈ കേരളത്തിൽ. ആ കോലീബി സഖ്യം കൊണ്ട് കേരളത്തിൽ അവർ ശ്രമിച്ചത് എന്തായിരുന്നു? ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താം എന്നുള്ളതായിരുന്നില്ലേ? ആ കോലീബി ഉണ്ടാക്കിയതിൽ ബേപ്പൂരില്ലേ, വടകരയില്ലേ? ഇത് ഓർമ്മയില്ലാത്ത ആളാണോ ഇദ്ദേഹം? പിന്നെ പറയാണ് SDPI-യുമായിട്ട്. എന്താണ് ഇവരോടൊക്കെ പറയാ? ജമാഅത്തെ ഇസ്ലാമിയോട് ബന്ധം കൂടാത്തവർ പിന്നെ എങ്ങനെയാ SDPI-യുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുക, ബന്ധമുണ്ടാക്കുക? ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, അതൊരു പ്രത്യേക സ്ഥലത്തല്ല, നിജേഷ് പറയുന്ന എവിടെയും വന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ തയ്യാറാ. എന്നാൽ ഞാൻ ഇന്നലെ ചോദിച്ചു, ഈ ബാബു എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ DCC ഭാരവാഹിയോട് ഞാൻ ചോദിച്ചു, KP ബാബുവിനോട്, നിങ്ങൾ തയ്യാറുണ്ടോ? അദ്ദേഹം ഉരുണ്ട് കളിക്കുക. നമുക്ക് എവിടെയും ഒരു നിലപാടേ ഉള്ളുന്നേ. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ 4 വോട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു, അപ്പുറത്ത് വേറൊരു നിലപാട് സ്വീകരിച്ചു, അങ്ങനെ ഇല്ലല്ലോ. പ്രവീൺ കുമാർ ഇവിടെ നിന്ന് പറഞ്ഞത് എന്താ? ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കില്ല എന്നല്ലേ പറഞ്ഞത്? പത്രക്കാരോടല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോ നിജേഷ് പറയുന്നു അങ്ങനെ ബന്ധമുണ്ട് എന്ന്. ഇത് തന്നെയാ പ്രശ്നം. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായം പറഞ്ഞു പോകാൻ പറ്റുമോ? ഇദ്ദേഹം തന്നെ ഇവിടെ പറയാണ് ഉമർ ഫൈസിയെ ആക്ഷേപിക്കുക. ഏതോ ഒരാളാണ് ഉമർ ഫൈസി? അങ്ങനെ ഏതോ ഒരാളാണ് എന്ന് പറയാൻ പറ്റുമോ? സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഇവിടെ പിന്നെ കേരളത്തിൽ ഈ സമസ്തയുടെ നേതൃത്വമായി എല്ലാ വേദികളിലും പ്രത്യക്ഷപ്പെടുന്ന ഉമർ ഫൈസിയെ ഏതോ ഒരാൾ എന്ന് പറയത്തക്ക തരത്തിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി മാറുന്നത്? തങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാട് പറയില്ല എന്ന് വരുമ്പോ ഉമർ ഫൈസിയെ പോലെയുള്ള
ഇത്രയും ആളുകൾ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു മതപണ്ഡിതനെ ആക്ഷേപിക്കുന്നിടത്തേക്ക് എന്തിനാ ഇവർ പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവർ പോകുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണോ ഇവർ പോകുന്നത്? എല്ലാ കാലത്തും ഈ ഉമർ ഫൈസിയും അദ്ദേഹത്തിന്റെ സംഘടനയും ഒക്കെ നമുക്കറിയാലോ, മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് UDF-നെ പിന്തുണക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കാറ്? അങ്ങനെയുള്ള അദ്ദേഹത്തെ പോലും ആക്ഷേപിക്കാനും തള്ളിപ്പറയാനും അദ്ദേഹത്തെ ഏതോ ഒരാൾ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു DCC-യുടെ ഭാരവാഹി പോവുക എന്ന് പറയുന്നത് എത്ര ഹീനമാണ്! ആർക്ക് വേണ്ടിയാ? നമ്മളിവിടെ പറയുന്നത് എന്താ? ഇപ്പോ രാജ്യത്ത് RSS ഒരു മുഖ്യ ശത്രുവായി നിൽക്കുന്ന സമയത്ത് അതുപോലെ രാഷ്ട്രീയം പറയുന്ന, അതുപോലെ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന അപകടകരമായ ഒരു സംവിധാനം, മുസ്ലിം സംവിധാനത്തെ, മുസ്ലിം സമൂഹത്തെ ആകെ ഒന്നിച്ച് നമ്മുടെ മതനിരപേക്ഷ പാതയിൽ അണിനിരത്തുന്നതിന് പകരം ഇവരെ അടർത്തി മാറ്റി ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി തീവ്ര വർഗീയത പറഞ്ഞ് മതരാഷ്ട്രവാദം പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരെ എന്തിനാണ് ഇവർ അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തിൽ ഇവർക്ക് അങ്ങനെ ഒരു പിന്തുണയുണ്ടോ? ഇവർ അംഗീകരിക്കോ? മെജോറിറ്റിയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കില്ല. ഒരു കാലത്ത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാ ഇവർ ഹുക്കുമത്തെ ഇലാഹി പറയുക. ഇപ്പോ അടുത്തല്ലേ കോഴിക്കോട് കടപ്പുറത്ത്, നിജേഷിന് അറിയാത്തതാണോ? അല്ല, കോഴിക്കോട് കടപ്പുറത്തല്ല, കോഴിക്കോട് എയർപോർട്ടിൽ ഇന്ത്യയെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ആളുകളുടെ പടം ഉപയോഗിച്ച് ഇവരുടെ സമരത്തിൽ ഇവർ ആവേശം കൊള്ളിച്ചത് ജമാഅത്തെ ഇസ്ലാമി. തള്ളിപ്പറയാൻ തയ്യാറാവണ്ടേ ഇവർ ചിലര് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയും, ചിലര് ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ചൊക്കത്തിരുത്തും. എന്നിട്ട് ഒരു അഴകുടമ്പൻ നിലപാടുകൾ സ്വീകരിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളതാ ഇവിടെ നമ്മൾ കാണേണ്ട കാഴ്ച. അതാണ് ഇവർ പറയേണ്ടത്. ഇവർക്ക് ഒറ്റ നിലപാട് പറയാൻ സാധിക്കോ? ഇവർ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്ന് പരസ്യമായി പറയാൻ നിങ്ങളുടെ DCC പ്രസിഡന്റിനോട് നിങ്ങൾ ആവശ്യപ്പെടുമോ? അല്ലെങ്കിൽ നിങ്ങൾ പറയോ DCC പ്രസിഡന്റ് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവുമോ? അതല്ലേ ചോദ്യം. അങ്ങനെ പറ. യെസ് നിജേഷ്, ഇപ്പോൾ വസീഫ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. നേരത്തെ പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സഖ്യവും ഇല്ല, വെൽഫെയർ പാർട്ടിയുമായി ഒരു സഖ്യവും ഇല്ലെന്ന് പറയും. പക്ഷേ നിജേഷ് ഇന്ന് കൈരളിയുടെ സ്റ്റുഡിയോ ഇരുന്ന് പറയുകയാണ് ആ സഖ്യമുണ്ട്, വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾ ധാരണയുണ്ട്, അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വസീഫ് ചോദിച്ച ചോദ്യമാണ് വളരെ പ്രസക്തമാകുന്നത്. നിങ്ങൾ പറയുക ഉണ്ട് എന്നുള്ളത് കൃത്യമായി പറയുക. മാത്രമല്ല, എനിക്കൊന്ന് വസീഫ് എടുത്ത് സൂചിപ്പിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവിടെ എന്താണോ RSS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ സങ്കല്പം, അതിന് ബദലല്ലേ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവെക്കുന്നത്? അപ്പോൾ RSSനെ നിങ്ങൾ എങ്ങനെ നേരിടും? നിങ്ങളുടെ ഒക്കെ ചങ്ങായിയായി ഇരിക്കുന്ന ജമാഅത്തെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് RSSന്റെ ആശയത്തെ നേരിടുക? മോദി സർക്കാർ നിങ്ങൾ എങ്ങനെ നേരിടും? ഈ ചോദ്യം പ്രസക്തമല്ലേ നിജേഷ്? നിജേഷ് കേട്ടിട്ടുണ്ടോ? വസീഫ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് RSS എന്ന് പറയുന്ന ആ വർഗീയ സംഘടനയെ എങ്ങനെയാണ് അവരും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു, അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും. നിങ്ങൾ RSSനെ, ജമാഅത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് RSSനെ നേരിടുക? ഒന്ന്, വസീഫ് നല്ല സുഹൃത്താണ്. അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ ആരെയൊക്കെയോ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു എന്നൊക്കെ പ്രസ്താവന ഇറക്കി അതിന് കുറച്ച് കട്ടിങ്സ് എടുത്ത് പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വസീഫിന്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാം. ഞാൻ ഏതോ ഒരാൾ എന്ന് പറഞ്ഞില്ല, ഏതോ ഒരുത്തൻ എന്ന് പറഞ്ഞില്ല. അതെന്റെ സംസാരമല്ല, എന്റെ വാക്കല്ല, എന്റെ സംസ്കാരവുമല്ല. ഏതോ ഒരാൾ, ഉമർ ഫൈസി മുക്കം, അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു ചാനലിൽ രാവിലെ തൊട്ട് ഈ കിട്ടിയ സമയം മുതൽ പ്രസംഗിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ ഉപദേശകനായി ഞങ്ങൾ അദ്ദേഹത്തെ എടുത്തിട്ടില്ല. സമസ്ത പോലും പല ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ വ്യക്തിത്വമാണ്. CPM-നോട് ചേർന്ന് നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയം പറയാറ്. ഇത് ഒളിച്ചു പറയേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഉമർ ഫൈസി മുക്കത്തിന്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിന്റെ പണ്ഡിതൻ, അത് ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ച് രാഷ്ട്രീയം പറയാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല. ഒന്ന്. രണ്ടാമത്തെ നിങ്ങളുടെ ചോദ്യം, വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ നേരത്തെ ഞങ്ങളുമായി രാഷ്ട്രീയ അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി വന്നിരുന്നു. ഈ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ തീക്ഷണ ഞങ്ങൾ അലയൻസ് അല്ല, വെൽഫെയർ പാർട്ടി നിരുപാധികം പിന്തുണ തന്നിരുന്നു. ആ സമയത്താണ് കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ഗോവിന്ദ മാഷ് RSSന്റെ ബന്ധം പറഞ്ഞ
ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഇവിടെ RSSനെ സഹായിച്ചിട്ടുണ്ട് എന്നും ഞങ്ങൾ RSSുമായി നീണ്ട കാലത്തെ ബന്ധമുണ്ട് എന്നും പരസ്യപ്പെടുത്തിയ ഗോവിന്ദ മാഷ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ ഗോവിന്ദ മാഷ് ഞങ്ങളുമായി കൂട്ടുകെട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി നിരുപാധികം ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആ പിന്തുണ തരുന്നതിൽ പ്രയാസമില്ല, വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല. അന്നേരം അല്ല, അത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലും പറയുന്നില്ലല്ലോ നിജേഷേ, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു അവർ പറയുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്ക് മുഴുവനായി കേൾക്കുന്നില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? 2015 വസീഫിന്റെ നാട്ടിൽ വെൽഫെയർ പാർട്ടിയും CPM-ഉം ഒരുമിച്ച് ഭരിച്ചിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. വസീഫ് എനിക്ക് വ്യക്തമാക്കേണ്ടത് വെൽഫെയർ പാർട്ടി CPM-ഉം കൂടി ആഹ്ലാദ പ്രകടനം മുക്കത്ത് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മതരാഷ്ട്രവാദവും എല്ലാം മുക്കത്തെ CPM-ന് മീൻകടയ്ക്കകത്തേക്ക് ബന്ദ് നടത്തിയ സമയത്ത് മണ്ണെണ്ണ ഒഴുക്കി വന്ന് ഭീഷണിപ്പെടുത്തിയ മുക്കത്തെ വലിയ നേതാവിന്റെ പാർട്ടിക്ക് ഇത് സ്വീകാര്യമാണോ അല്ലയോ? ഇതാണ് വസീഫെ മറുപടി പറയേണ്ടത്. നിങ്ങൾ വല്ലാതെ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് ആ ചോദ്യത്തിന് 2015 മുക്കമങ്ങാടിയിലൂടെ നിങ്ങളുടെ നേതാക്കന്മാരും വെൽഫെയർ പാർട്ടി നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് പ്രകടനം നടത്തിയ ഫോട്ടോ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തന്നാൽ ഞാൻ ഫോണിൽ തന്നെയാണുള്ളത്. നിങ്ങളുടെ ഒരു ഇന്റർവെൽ സമയത്ത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് നിങ്ങളുടെ കൈരളി ചാനലിന്റെ എനിക്കിപ്പോ അയച്ച ആൾക്ക് അയച്ചു തരാം. വസീഫിന് നിഷേധിക്കാൻ പറ്റുമോ? ഈ തവണ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചത് ഞങ്ങൾ 2 മുന്നണികളുമായിട്ടും ധാരണയുണ്ടാക്കാനുള്ള ശ്രമം നടത്തും. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ഞങ്ങൾക്ക് വേണ്ട എന്ന് ഈ ദിവസം വരെ LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ചോദ്യമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. വെൽഫെയർ പാർട്ടി എവിടെയെങ്കിലും ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ വേണ്ട എന്ന് പറയാൻ തീർച്ചയായിട്ടും വസീഫ് തന്നെ മറുപടി. വസീഫ് 2 ചോദ്യങ്ങളാണ്. ഈ പിന്തുണ തന്നാൽ പിന്തുണ സ്വീകരിക്കുമെന്നുള്ള ഒന്നാമത്തെ ചോദ്യം. മുക്കത്ത് നേരത്തെ തന്നെ വസീഫ് മറുപടി പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറയാം. നിജേഷ് ചോദിച്ച ചോദ്യം അല്ല, പിന്തുണയാണോ? ഇപ്പോൾ 15-ാം തീയതി നവംബർ 1-ാം തീയതി കൊടിയത്തൂരിൽ ഒരു 1-ാം വാർഡിന്റെ കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനിൽ UDF നേതാക്കന്മാർ ഒന്നിച്ച് പങ്കെടുക്കുക. ആരോടൊപ്പം? വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ നേതാവിനോടൊപ്പം പങ്കെടുക്കുക. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാ? നിങ്ങളൊന്ന് പറ. അതാരാ? ഒന്ന് അന്വേഷിച്ച്. നിജേഷ് പറയുന്നല്ലോ നാട്ടുകാരാണ്, കോഴിക്കോട്ടുകാരാണ്, നിജേഷിന് അറിയാത്തവരല്ലല്ലോ. 15-ാം വാർഡിൽ കൊടിയത്തൂരിൽ നിജേഷിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാ? ഒന്ന് പറയണ്ടേ? എന്തിനാ ഇവരെ ഇങ്ങനെ ആളെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ നീക്കുപോക്ക് മാത്രം പിടിച്ച് ഇങ്ങനെ ഇതിനെ എല്ലാം ന്യായീകരിച്ചു പോകാം എന്നാണോ കരുതുന്നത്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പൊ തലശ്ശേരിയിലെ എന്തോ കഥയും പറഞ്ഞതിന് മുമ്പ് ഞാനത് വിട്ടുപോയതാ. തലശ്ശേരിയിലൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇതുപോലെയുള്ള വർഗീയ കക്ഷികളെ കൂട്ടേണ്ട എന്ത് ആവശ്യമാണുള്ളത്? എന്ത് ഗതികേടാ ഞങ്ങൾക്കുള്ളത്? കണ്ണൂരിലെ പല സ്ഥലത്തും നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും ആളില്ല. അവിടെയാണോ ഞങ്ങൾ നിങ്ങളെ ഭയന്ന് ഇങ്ങനെ SDPIയെ കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ ആൾക്ക് അംഗീകരിക്കാൻ പറ്റുക? ഞങ്ങൾ ഈ SDPIയോടും ഈ പറയുന്ന RSSനോടും ഒക്കെ ഏറ്റുമുട്ടി വലുതായവരാ. നിങ്ങളുടെ നേതാവാണ് പറഞ്ഞത് എന്ത്? RSSന്റെ ശാഖക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ KPCC പ്രസിഡന്റായിരുന്നു. മറന്നോയോ? RSSന്റെ ശാഖക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് നിങ്ങളുടെ മുൻ KPCC പ്രസിഡന്റ് സാക്ഷാൽ K. സുധാകരൻ. മറ്റത് പറഞ്ഞത് അദ്ദേഹം തന്നെ വളരെ കൃത്യമായി തിരുത്തി പറഞ്ഞ് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ളത്. ജനതാ പാർട്ടി എന്നുള്ളത് മാറി അതിൽ ഈ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതല്ലേ അതിലുള്ളൂ. നിങ്ങളുടെ നേതാക്കന്മാർ ആരൊക്കെ ആ സമയത്ത് ആ മുന്നണിയിൽ ഉണ്ടായിരുന്നു? ഇന്നുള്ള ഈ നേതാക്കന്മാരെല്ലാം അന്ന് ജനതാ പാർട്ടിയുമായി ഐക്യപ്പെട്ടതല്ലേ കേരളത്തിൽ ഉൾപ്പെടെ? ഇപ്പോ ഉള്ള സാഹചര്യമോ? ഈ കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ പുതിയ വാർഡിൽ എങ്ങനെയാ BJP ജയിച്ചത്? നിങ്ങളുടെ KSUവിന്റെ ഭാരവാഹി മത്സരിക്കുന്ന സമയത്ത് തലേ വർഷം മുന്നേയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് 60% വോട്ട് എങ്ങനെ കുറഞ്ഞുപോയി? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറയോ? അതാ പറയുന്നത്. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തെല്ലാം അവസരോചിതമായി നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം അവസരോചിതമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കി
എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടില്ല. നിങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയതയോട് സന്ധി ചെയ്താലും രാജ്യത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള നിലപാടാ സ്വീകരിക്കുന്നത്. അതാ പ്രശ്നം. അതാ ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതാ ഉമർ ഫൈസി ഉന്നയിക്കുന്നത്. ആ ഉമർ ഫൈസിയാണ് ഏതോ ഒരാൾ എന്ന് നിങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് ഉപദേശം വേണ്ട, അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണോ? എന്നെ കേൾക്കുന്ന സമസ്തയ്ക്ക് പിന്തുണ കൊടുക്കുന്ന, സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ. നിജേഷ് അരവിന്ദിനെ പോലെ KPCC-യുടെയും DCC-യുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ ഒരു വക്താവ് എന്ന് പറയുന്നു ഉമർ ഫൈസി ഏതോ ഒരാൾ, അദ്ദേഹത്തിന്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. പറയട്ടെ, നമുക്ക് വിലയിരുത്താലോ. പൊതുസമൂഹം അതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. ഇവരുടെ KP ബാബു ഇവിടെ പറഞ്ഞത് ഇപ്പോ നിജേഷ് അരവിന്ദും പറഞ്ഞു ഞങ്ങൾക്ക് അവർ വോട്ട് തരുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ അവരുമായിട്ട് ധാരണയില്ല എന്നല്ലേ പറയുന്നത്. ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ വാ കൊടിയത്തൂരേക്ക്, നിങ്ങൾ വാ ഈ ഫറൂഖ് ചെറുവണ്ണൂരിലേക്ക്, ഈ കോർപ്പറേഷന്റെ ചെറുവണ്ണൂർ വാർഡിൽ നിങ്ങൾ വാ, നമുക്ക് കാണാന്നേ ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന്. എന്തിനാ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? കുറെ ചരിത്രമോ കുറെ മുന്നത്തെ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ, ഇപ്പൊ നടക്കുന്ന സംഭവമാണ്. നിജേഷ് വാ. നിജേഷിന് ഒരു പക്ഷേ ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. കാരണം പല കാര്യങ്ങൾ, പല സ്ഥലത്തെ തെരഞ്ഞെടുപ്പും ഉത്തരവാദിത്വം ഒക്കെ പോകുന്ന സമയത്തെ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വാ ഫറൂഖിലേക്ക്. ആരാ ചെറുവണ്ണൂരിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി? ഒന്ന് വിളിച്ചന്വേഷിച്ചാൽ കിട്ടുമല്ലോ. അറിയില്ലെങ്കിലും ഇപ്പോൾ വിളിച്ചാലും കിട്ടുമല്ലോ. അതിന് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും വേണ്ട. ആരാ കൊടിയത്തൂരിലെ 15-ലും 1-ലും നിങ്ങളുടെ സ്ഥാനാർത്ഥി? ജമായത്തിന്റെ സ്ഥാപക നേതാവിന്റെ മകനാണ് എന്ന് ഞാൻ പേര് സഹിതം ഉന്നയിച്ചു ഇവിടെ പറഞ്ഞു. എന്നിട്ട് അവരുടെ വോട്ട് വാങ്ങുന്നു എന്നേ ഉള്ളൂ എന്ന്. നിങ്ങൾ അവരുമായി പരസ്യ സഖ്യത്തിലാണ്. UDF ആയിട്ടാണ് അവർ മത്സരിക്കുന്നത്. എങ്ങനെയാ നിങ്ങൾക്ക് രാജ്യത്ത് വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുക? എങ്ങനെയാ സാധിക്കുക? ഇതാ ചോദ്യം. ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് തിരുത്താൻ. നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ഏത് വർഗീയതയോടും ഞങ്ങൾ സമരസപ്പെടും എന്നുള്ള നിലപാട് മുന്നോട്ട് വെക്കരുത്. അതിന് നിജേഷ്, വസീഫ് ചോദിച്ചതാണ് തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഈ കൊടിയത്തൂരിലെ അടക്കം കാര്യങ്ങൾ, ഇപ്പോൾ ചെറുവണ്ണൂരിലെ അടക്കം കാര്യങ്ങൾ നിജേഷിന് കൂടി അറിയാവുന്നവർ വേണമെങ്കിൽ വെല്ലുവിളിക്കുകയാണ് വസീഫ്. ചെല്ലാൻ പറയുന്നു. ഇവിടെ തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നിജേഷ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരുപക്ഷെ നിജേഷ് പറഞ്ഞത് 2015 മുക്കത്തെ ഏതോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വളരെ മൂർത്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് രാജ്യം ഇവിടെ വല്ലാത്ത ഒരു രാഷ്ട്രീയ മോദി സർക്കാർ എന്ന് പറയുന്ന മോദി ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം രാജ്യത്തിനാകെ വെല്ലുവിളിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഏത് സമരമുഖത്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ UDF-ന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി കൂടി, ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയാണ് നിങ്ങൾ സമരത്തിന് ചെല്ലുന്നത്, മോദിയെ നേരിടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. നിജേഷ്, 2015 ഏതോ കാലത്തെ ഏതോ നീക്കുപോക്ക് എന്നാണ് DYFയുടെ സംസ്ഥാന നേതാവ് പറയുന്നത്. അല്ല, ആ കാലത്ത് വസീഫെ മതരാഷ്ട്രവാദം ഇല്ലായിരുന്നു മുക്കത്ത്. ആ കാലത്ത് മതരാഷ്ട്രവാദം ഇല്ലായിരുന്നോ? നിജേഷ്, പ്രാദേശികമായി നടന്നൊരു നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അഖിലേന്ത്യാ രാഷ്ട്രീയ ഒരുപക്ഷെ നിജേഷ് കേട്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞത്. കേട്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അതൊരു തിരുത്തു വരുത്തി. ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡും 15-ാം വാർഡും വസീഫിന്റെ വാർഡിലെ സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് എന്ന് വലിയ വായിൽ ബുദ്ധിമുട്ടുന്ന വസീഫിന് തൊട്ടടുത്ത് 5 വർഷം ഒരുമിച്ച് ഭരിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ ഏതോ കാലവും ഏതോ സഖ്യവും ആയി മാറുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട വസീഫെ, AISF-ന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പറഞ്ഞത് SFI-കാരൻ സമരം ചെയ്യുമ്പോൾ മുണ്ടുടുക്കരുത്, പാന്റ് ഇടണം, കാരണം അതിന്റെ അടിയിലെ കാക്കി ട്രൗസർ കാണാൻ സാധ്യതയുണ്ട്. എന്റെ വാക്കല്ല, AISF-ന്റെ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയുടെ, ആനി രാജയുടെ പാർട്ടിയുടെ, നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച CPI-യുടെ നേതാവാണ് പറഞ്ഞത്. PM ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് പാലമിട്ട് ശിവൻകുട്ടി സാറ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് മൊത്തം 116 കോടിക്ക്
IPL ലേലം ചെയ്ത് വെക്കുന്നത് പോലെ നരേന്ദ്രമോദിക്ക് വിറ്റ് ഒപ്പിട്ട് വന്നിട്ട് ഇവിടെ കോലാഹലമുണ്ടായി. എന്നിട്ടും പിന്മാറാൻ തയ്യാറാവാതെ നിന്ന നിങ്ങൾ നരേന്ദ്രമോദിയോട് ഉള്ള സ്നേഹബന്ധം കേരളത്തിൽ മുഴുവൻ പാട്ടാണ്. കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനതയാണ് 800 MLA-മാരെ സംഭാവന ചെയ്ത 150 MP-മാരെ സംഭാവന ചെയ്ത 8 മുഖ്യമന്ത്രിമാരെ കൊടുത്ത, അതായത് ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ 84,000 വോട്ട് കൊടുത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച നിങ്ങളുടെ പാർട്ടിയാണോ വന്നിരുന്ന് പറയുന്നത്? ASFകാരൻ പറഞ്ഞത് ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തമാശ തോന്നിയത് നിങ്ങൾ അതന്നെ ആങ്കർക്ക് നൊന്ത പ്രശ്നം അല്ല നിജേഷേ. 800 അതല്ല ഞാൻ പറഞ്ഞത്. 800 MLA-മാരെ നിങ്ങൾ കൊടുത്തു, നിസ്സാരമാണോ? 150 MP-മാരെ കൊടുത്തത് നിസ്സാരമാണോ? 8 മുഖ്യമന്ത്രിമാരെ കൊടുത്തത് നിസ്സാരമാണോ? ഏറ്റവും കൂടുതൽ തൃശ്ശൂർ 84,000 വോട്ട് നിങ്ങൾ കൊടുത്തു, സുരേഷ് ഗോപി ജയിപ്പിച്ചു, നിസ്സാരമാണോ? മുണ്ടിന്റെ കാര്യം പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളെ അവർ BJP ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയോട് ഇല്ലാതായി പോയിട്ടില്ല. അസാമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവിടെ ഞങ്ങളുണ്ട്. മണിപ്പൂരാണ് പറയുന്നതെങ്കിൽ കഴിഞ്ഞ 2 തവണയും മണിപ്പൂരിൽ ഞങ്ങളാണ് ജയിച്ചത്. ബീഹാറിൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരുമിച്ചായിരുന്നു അവിടെ മുന്നണി. CPM-ഉം കോൺഗ്രസും തോറ്റ് കഴിഞ്ഞപ്പോ വലിയ സന്തോഷം പ്രകടിപ്പിച്ചത് കേരളത്തിലെ പഴയ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. ഏറ്റവും ആദ്യം ഫേസ്ബുക്കിൽ പൊട്ടിച്ചിരിച്ചതും സന്തോഷം പ്രകടിപ്പിച്ചതും BJP ജയിച്ചപ്പോ. ഒരു മതേതര മനസ്സുള്ള ആളുകൾ അങ്ങനെ പൊട്ടിച്ചിരിക്കാനോ സന്തോഷം പ്രകടിപ്പിക്കാനോ തയ്യാറാവില്ല. അതാണ് AISF-ന്റെ നേതാവ് പറഞ്ഞത്. വസീഫിനെ പോലെയുള്ള ആളുകൾ സമരം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മുണ്ടെടുക്കരുത് എന്ന് പറഞ്ഞത്. PNC-യിലെ പാലം വിട്ടതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ വിഷയത്തിൽ പ്രശ്നം എന്താണ് ഇവിടെ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പ്രശ്നം എന്താണ്? പ്രശ്നം നിങ്ങൾക്കെതിരെ വസീഫ് സംസാരിക്കുമ്പോ നിങ്ങൾക്ക് ഈ ആവേശം കാണുന്നില്ല സുഹൃത്തെ, ഈ ആവേശം കാണുന്നില്ല. നിങ്ങളിങ്ങനെ വളരെ ഞാനത് വസീഫിന്റെ വക്കാലത്തെടുത്തോണ്ടല്ല ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞല്ലോ, തമാശ തോന്നി. SFI നേതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. 800 പേര് പോയ കാര്യം അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞത് മാത്രമേ. ഞാനല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പടവെട്ടാൻ വന്നതല്ല. ഞാനല്ല പറഞ്ഞത്. AISF-ന്റെ ബിനോയ് വിശ്വത്തിന്റെ ആനി രാജയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പറഞ്ഞത്. SFI-ക്കാരാ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ പാന്റ് ഇടണം. ഞാൻ പറഞ്ഞത് PNC വിവാദവുമായിപ്പെട്ട് മന്ത്രിസഭയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ശിവൻകുട്ടി സാറ് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നമുക്ക് 1000 കോടി കിട്ടുന്ന ഏർപ്പാടാണ് എന്നാണ് പറയുന്നത്. വലിയൊരു പ്രത്യയശാസ്ത്രത്തെ IPL ലേലത്തിന് വെക്കുന്നത് പോലെ നരേന്ദ്രമോദിയുടെ അടുത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്ത പ്രശ്നമല്ല. അല്ല, നിജേഷിന്റെ അതേ കാഴ്ചപ്പാട്, നിജേഷിന്റെ പ്രശ്നം അതാ. നിജേഷ് അല്ല, കോൺഗ്രസ്സുകാരുടെ എല്ലാം പ്രശ്നമാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഒരുപക്ഷെ വലിയൊരു പ്രശ്നത്തെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ എടുക്കുകയാണ്. എന്താണ്? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ മതരാഷ്ട്രവാദികൾ അത് UDF-ൽ നുഴഞ്ഞു കയറുമ്പോൾ UDF എന്ന് പറയുന്ന പാർട്ടിയെ കോൺഗ്രസിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് കേരള സമൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇസ്ലാം സമൂഹത്തെ ആകെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിജേഷിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വളരെ ചെറിയ നിസ്സാരപ്പെട്ട വിഷയങ്ങളോട്ട് വരുന്നു. ശ്രീ M. ജയചന്ദ്രൻ, എങ്ങനെയാണ് താങ്കൾ നിജേഷിന്റെ വാദങ്ങളെ അടക്കം കാണുന്നത്? നമ്മൾ ഉന്നയിക്കുന്ന ഈ ചർച്ചയിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം പരിപൂർണമായി ശരിവെക്കുകയാണ് നിജേഷ് ചെയ്യുന്നതെന്നുള്ളതിനേക്കാളും വലിയ തെളിവ് വല്ലതും വേണോ സിജു? കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി നിജേഷിന്റെ. മറ്റെല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നത് എന്താണ്? ശബരിമല വിഷയമാണ്. കൈരളി ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ പ്രശ്നമാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്ക്, മുന്നണിക്ക് ഒക്കെ തെറ്റാണെന്ന് തോന്നുകയാണ്. എന്താണ്? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ശബരിമലയിലെ ഇഷ്യൂ. അതൊരു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പദമുണ്ടല്ലോ, ജുഡീഷ്യാലിറ്റി. അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു സംഗതിയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി നടക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ വളരെ ഈ വിഷം നിറഞ്ഞ ഒരു സംവിധാനം രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് അതിനെ സംബന്ധിച്ച് കൈരളിയെ പോലെ ചാനലെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നതിന് പകരം അതാണ് ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നിടത്ത് തന്നെ ആ കുറ്റസമ്മതം അടങ്ങിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്,
ഈ 2023 ജൂണിൽ ജൂൺ 12 2023 ജൂൺ 12-നാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ RSS മേധാവി മോഹൻ ഭാഗവതുമായി ചർച്ച നടത്തിയെന്ന് ആരാണ് വ്യക്തമാക്കിയത്? SY ഖുറൈഷി, മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോ ഇവര് തമ്മിൽ ഖുറൈഷിയും പിന്നെ മറ്റേ ഒരു ജംഗുണ്ടല്ലോ, ഡൽഹിയിലുണ്ടായിരുന്ന മുൻ ലഫ്റ്റനന്റ് ഗവർണർ, അദ്ദേഹവും പിന്നെ ഷാഹിഷ് സിദ്ദിഖി, ഇവർ മൂന്നുപേരുമായിരുന്നു 2022 ഓഗസ്റ്റിൽ ചർച്ച നടത്തിയത്. അത് തുടർച്ചയായിട്ടാണ് 2023 ജൂണിൽ ജമാഅത്തെ ഇസ്ലാമി അമീർ പിന്നെ മോഹൻ ഭാഗവതുമായി ചർച്ച നടത്തുന്നത്. അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ സ്പഷ്ടമല്ലേ സിജു? ഈ ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകളാണ് RSS എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മതമൗലികവാദികൾ ഒന്നിച്ച് രഹസ്യധാരണ അടിസ്ഥാനത്തിൽ നീങ്ങും തീരുമാനിക്കുന്നു. ആ ധാരണ നീങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ് പരിശോധിക്കട്ടെ. അതിന് പകരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? അവരുടെ വർഗീയ പിന്നെ അജണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ നിലപാട് അവർ മാറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആരാണ്? പ്രഖ്യാപിക്കുന്നത് VD സതീശനാണ്. എന്നാണ് മാറ്റിയത്? ആ മാറ്റിയത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് 2019-ലാണ്. എന്നാൽ അവരുടെ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും അത്രയൊരു പ്രഖ്യാപനം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ? ഇപ്പോഴും വായിക്കാൻ കഴിയില്ല. അതാണ്. പക്ഷേ ഈ 2019-ൽ മാറ്റിയ അതേ കക്ഷികൾ മറ്റ് വിഭാഗ ഫണ്ടമെന്റലിസ്റ്റുകളുമായി, ഹിന്ദുത്വ ഫണ്ടമെന്റലിസ്റ്റുകളുമായി, RSS നേതൃത്വവുമായി പിന്നെ ഡൽഹിയിൽ ചർച്ച നടത്തുകയാണ്. ആ ചർച്ച നടത്തുന്നതിനും കോൺഗ്രസിന് ഒരു അസ്വാഭാവികതയുമില്ല. അതാണ് പിന്നെ മുഖ്യമായ പ്രശ്നമായിട്ട് കാണേണ്ടത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോ നിജേഷ് ഇവിടെ പറഞ്ഞ എല്ലാ വാദമുഖങ്ങളുടെയും ഉള്ളടക്കം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ നിന്നാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നെ തോൽപ്പിക്കുകയാണ്. അതിനാരുമായിട്ടും കൂട്ടുകൂടുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇപ്പോൾ 2025-ൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണല്ലോ കൈരളി ചർച്ചയിൽ ചോദിക്കുന്നത്. പക്ഷെ എനിക്കത് പറയാൻ സൗകര്യമില്ല. 2015-ൽ നിങ്ങൾ കൂട്ടുകൂടിയാൽ ഞങ്ങൾക്ക് ചില വിവരങ്ങളുണ്ട്, അത് മാത്രമേ ചർച്ച ചെയ്യാൻ സൗകര്യപ്പെടൂ. ഇതാണ് നിലപാട്. ഈ നിലപാടിൽ തന്നെ കൈരളിയുടെ പ്രേക്ഷകർക്ക് കാര്യം വ്യക്തമാകുന്നുണ്ടല്ലോ. പിന്നെ എന്നെ കണ്ടാൽ കണ്ണം കെട്ടവനാണോ എന്ന് തോന്നുമോ എന്ന് ചോദിക്കുകയാണ്. അത് അദ്ദേഹം ചോദിക്കുകയാണ്. അതല്ലാതെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള സാമാന്യ മര്യാദ അത് പാലിക്കാനുള്ള ബാധ്യത കോൺഗ്രസ് പ്രതിനിധിക്കില്ല എന്നുള്ള അങ്ങേയറ്റം ഖേദകരമാണെന്ന് ചർച്ചയിൽ നമുക്ക് പറയാൻ കഴിയും. അതിന്റെ അപ്പുറത്തേക്ക് സഭ്യതരമായ ഭാഷ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാനത് പറയാത്തതാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം വരുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും കോൺഗ്രസും ഇത്രയേ ഉള്ളൂ അവരുടെ ഈ ഇലക്ടറേറ്റിനോട്, അവരുടെ വോട്ടർമാരോട്, കേരളത്തിലെ ജനങ്ങളോട് അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധം ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ആവർത്തിച്ച് കോൺഗ്രസിന്റെ ഓരോ നേതാവും അവരുടെ വക്താവും ചാനൽ ചർച്ചകളിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. അതാണ് കേരളത്തിലെ വോട്ടർമാർ ദൗർഭാഗ്യമെന്ന് എല്ലാ കാലം ആരെങ്കിലും വിചാരിക്കില്ല. അവർക്ക് വ്യക്തതയുണ്ട്, തിരിച്ചറിവുണ്ട്, എന്താണെന്നുള്ള അവർ വ്യക്തമായി ബോധ്യപ്പെടുന്നുമുണ്ട്. അതിന് തിരിച്ചറിവ് നിങ്ങൾക്കാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് ഇതിനെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. ശരി ശ്രീ ജയചന്ദ്രൻ. വസീഫ്, ഒരുപക്ഷെ നിജേഷിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതെന്താണെന്നുള്ളത് ജയചന്ദ്രൻ അല്പം കൂടി വിശദമാക്കി പറയുകയും ചെയ്തു. ഇലക്ട്രേറ്റിനോടുള്ള ഉത്തരവാദിത്വം ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി അത് ശബരിമലയിലേക്കും അത് പിന്നീട് കറക്കി ASFൻ്റെ വാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വല്ലാത്ത ഈ ജനങ്ങളെ ഒരേ സമയം തന്നെ വോട്ടർമാരെ ബോധവൽക്കരിക്കേണ്ടതും ഇവരെടുക്കുന്ന ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളെ തുറന്നു കാട്ടേണ്ടതുമായ വലിയൊരു ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ വന്നു ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താനും കഴിയും. ഇവിടെ ഇപ്പോൾ നിജേഷിൻ്റെ മൊത്തം ഒരു അവതരണം ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുക എന്ന രീതിയിലേ എനിക്ക് പറയാൻ പറ്റൂ. ASFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊന്നും അങ്ങനെ പറഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ASFൻ്റെ ഏതോ പ്രവർത്തകർ അങ്ങനെ പറഞ്ഞതിൽ തന്നെ ASFൻ്റെ നേതാക്കന്മാർ തിരുത്തിയിട്ടുണ്ട്. അവർ മറ്റൊരു പാർട്ടിയാണ്. ആ സന്ദർഭത്തിലുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പിന്നെ PM ശ്രീയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്താണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് PM ശ്രീ പദ്ധതിയുമായുള്ള അഭിപ്രായം എന്നുള്ളത് നമ്മൾ അറിയുന്നതല്ലേ. ഇന്ത്യയിൽ ആദ്യം PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആരാ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലേ.
അവരല്ലേ അതിന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തത്, ഇന്ത്യയിലുടനീളം എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ വർത്തമാനം പറയുകയാണോ? കേരളത്തിന് പണം കിട്ടാതെ കേരളത്തിന് പ്രതിസന്ധി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പണം ആവശ്യമുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയമായി എന്തൊക്കെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ പറ്റുമോ, എങ്ങനെ ജനങ്ങളെ രാഷ്ട്രീയമായി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അണിനിരത്താൻ പറ്റുമോ, അതെല്ലാം ആലോചിച്ച് നടപ്പിലാക്കുന്നവരാ ഞങ്ങൾ. എന്നാൽ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് പണം വേണ്ടിടത്ത് പണം തന്നെ വേണം. അത് ഒരു ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി അതിൻ്റെ ഒരു തൂക്കമൊക്കെ നോക്കി ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടടുത്ത് ഏറ്റുമുട്ടി തന്നെ പോയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസം നിങ്ങളുടെ കാലത്തേതുപോലെ അടച്ചുപൂട്ടാൻ വേണ്ടി അല്ല ഞങ്ങൾ തീരുമാനിച്ചത്, മുന്നോട്ട് കൊണ്ടുപോകാനാണ്, സാധാരണക്കാരന് പ്രാപ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അതാ അതിലൊരു ഭാഗം എന്നുള്ള നിലക്ക്. പിന്നെ ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ചില ഇടങ്ങളിൽ മുസ്ലിം ലീഗുകാർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, നിങ്ങളുടെ സാക്ഷാൽ ശശി തരൂർ എന്താ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? അദ്ദേഹത്തിന് BJPയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതും പോട്ടെ, നിങ്ങളുടെ നേതാക്കന്മാർ ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അതിന് സംഭാവന കൊടുത്തിട്ട് അത് അഭിമാനമായി കാണുന്നു എന്ന് പറയുന്ന MLA ഇതുവരെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലല്ലോ. നിങ്ങൾ ഒരേ സമയത്ത് ഈ വർഗീയതയൊക്കെ താലോലിച്ച് കൊണ്ടുപോകുന്ന നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഞാനതാ ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ വോട്ട് കൂട്ടത്തോടെ ചില സമയത്ത് BJPക്ക് കൊടുക്കും, ചില സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കും, എന്നിട്ട് അവരുടെയൊക്കെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കും. അല്ലാതെ സംഘടനാപരമായി നിങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഒരു നടപടിയും നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ശരിയായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല. വർഗീയതക്കെതിരെ നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനവും എതിരാളികളെ ആക്ഷേപിക്കുകയും പുച്ഛിക്കുകയും അവർക്കെതിരെ നുണപ്രചരണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നോക്കൂ, നിങ്ങൾ ദേശീയ നേതാവായി പറഞ്ഞയച്ച KC വേണുഗോപാൽ ഇവിടെ നിന്നൊരു MP ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ രാജ്യസഭയിലെ ഒരു സീറ്റ് BJPക്ക് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പോലുമാണ് ശശി തരൂർ പറഞ്ഞത്. അവിടെ നടത്തിയ ആക്ഷേപം നമുക്കറിയാമല്ലോ. ബീഹാറിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്നുള്ളതല്ല, നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള വലിയ ഇന്ത്യ സഖ്യവുമായി ചേർന്നാണ് ഞങ്ങളും മത്സരിച്ചത്. അവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ കാണിച്ച താല്പര്യം എന്താണ്? നിങ്ങൾ പണത്തോടും രാഷ്ട്രീയ അധികാരത്തോടുമാണ് താല്പര്യം കാണിച്ചത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ കമൻറ്റുകളൊക്കെ ഓർമ്മയില്ലേ? KC വേണുഗോപാൽ ഉൾപ്പെടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയി വെറുതെ ഈ ചർച്ചയിൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണ്ട. വേണ്ട, നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലല്ലോ ഇത്. എത്ര സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. നിങ്ങൾ ASFൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. നിങ്ങളുടെ KC വേണുഗോപാൽ ആർക്കാണ് സീറ്റ് കൊടുത്തത് എന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എന്തിനു വേണ്ടിയാ സീറ്റ് കൊടുത്തത് എന്നുള്ളത്? ഇതൊക്കെ ഈ രാജ്യത്ത് ചർച്ച ചെയ്തതാണെന്നേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല ലക്ഷ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ആളുകൾക്ക് നേതാക്കന്മാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ അജണ്ട. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ BJPയിലേക്ക് ആളുകൾ പോകുന്നത്. നിങ്ങൾക്ക് BJP എതിർക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു നിലപാട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു എന്താണ്, ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നുണ്ട്, എന്നാൽ അവരുമായി സഖ്യമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ മലയാളം? നിങ്ങളത് ഉറപ്പിച്ച് പറയോ എന്നുള്ളത് എൻ്റെ ചോദ്യം. അത് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടില്ല. ഈ ജില്ലയിലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാലോ, നിങ്ങൾക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാലോ, ഈ ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് സഖ്യമില്ല എന്ന് നിങ്ങൾക്ക് പറയുന്നതിന് എന്തിനാ മടി കാണിക്കുന്നത്? അങ്ങനെയുള്ള സഖ്യമുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നെങ്കിലും പറ. അപ്പോൾ അതൊരു ഹീറോയിസമായി നമുക്ക് അംഗീകരിക്കാം. ആ സഖ്യം തെറ്റാണെന്ന് പറ, അത് അംഗീകരിക്കില്ലെന്ന് പറ. ജമാഅത്തെ ഇസ്ലാമിക്കാരനെ വോട്ട് ചെയ്ത് അധികാര കസേരയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറയാം. സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ആളുകളെ വെച്ച് അവരുടെ ഫോട്ടോ വെച്ച് ഇപ്പോഴും സമരം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറ. അപ്പോഴല്ലേ ഈ കേരളത്തിൽ മതനിരപേക്ഷവാദികൾക്ക് ഒരു കരുത്തുണ്ടാകൂ. അങ്ങനെയാകുമ്പോഴല്ലേ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തിന് ജനങ്ങൾ ഒരു വില കൽപ്പിക്കൂ. അതിന് നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഏതോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ച് അപ്പാടെ അത് ചർച്ച ചെയ്യണമെന്ന് പറയാ. നിങ്ങളുടെ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. ഇവിടെ 5ഓളം നേതാക്കന്മാർ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിങ്ങൾ പുറത്താക്കിയോ അകത്താക്കിയോ എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്.
അത് വെച്ച് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അപ്പാടെ അങ്ങനെയാണ് എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്തു പോകണം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചോ? ഞങ്ങൾ സ്വീകരിക്കില്ല. അതാ വ്യക്തി ചെയ്ത കാര്യമാണ്, അതിനെ നിങ്ങൾ തിരുത്തണം, അതിനെ മാറ്റി നിർത്തണം എന്നുള്ളതല്ലേ ഞങ്ങൾ പറയാ. അതപ്പാടെ കോൺഗ്രസ് ആകെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കാറുണ്ടോ? ഇല്ല. ശബരിമല എന്നല്ല, എവിടെയും ആരും ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും ആ തെറ്റിനെ ന്യായീകരിക്കില്ല. ഞങ്ങളുടെ ഭരണമുള്ള സമയത്ത് തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നതും കുറ്റമറ്റ രീതിയിൽ ഏത് പ്രതികളാണെങ്കിലും ആ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തണമെന്നുള്ള നിലപാടും സ്വീകരിക്കുന്നത്. അവിടെയൊക്കെ തെളിമയുള്ള നിലപാട് സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. എന്നാൽ ഇതല്ല, ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ നാടിനെ അപ്പാടെ വർഗീയവൽക്കരിക്കാൻ, ധ്രുവീകരിക്കാൻ എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. അപകടകരമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ആ രാഷ്ട്രീയത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കുകയാണ്, അവരെ കൂടെ ചേർക്കുകയാണ് നിങ്ങൾ. അതാണ് തെറ്റ് എന്ന് പറയുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്ന മതപണ്ഡിതരെയാണ് ഏതോ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അവരെ അറിയില്ല എന്ന് പറയുന്നത്, അവർ മാർക്സിസ്റ്റുകാരാണ് എന്ന് പറയുന്നത്. നിജേഷിനോട് ചോദിച്ച വളരെ ചെറിയൊരു ചോദ്യം. നിജേഷിനോട് വസീഫ് ചോദിച്ച ചോദ്യം, നിങ്ങൾ സഖ്യമുണ്ടെന്ന് പരസ്യമായി സഖ്യമുണ്ടെന്ന് പറയാൻ തയ്യാറാണോ നിജേഷ്? അല്ല, വസീഫിന്റെ പ്രസംഗം കേൾക്കാൻ എന്തിനാ വെറുതെ എന്നെ ഈ സമയത്ത്? അല്ല, ഒറ്റ ചോദ്യം നിജേഷ്, ഒറ്റ ചോദ്യം. സഖ്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ സഖ്യമുണ്ടോ? അല്ല, വസീഫ് വസീഫിന് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, രാഷ്ട്രീയ ആദർശമൊക്കെ പറയും, പക്ഷെ പൈസ വേണം. അത് ഞങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞ വസീഫിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. വസീഫെ അത് തന്നെയാ വസീഫെ പത്മകുമാറിന്റെ പ്രശ്നം. പണമാണ് പ്രശ്നം. എവിടുന്നാ കിട്ടുക? അത് രാജ്യത്തിന്റെ അവകാശപ്പെട്ട പണം വാങ്ങണം. അത് കുറച്ച് അടുത്ത് എടുത്ത് കൊണ്ടുപോകാം. രാജ്യത്ത് നമുക്ക് അവകാശപ്പെട്ട പണം നേരിട്ട് വാങ്ങി ഈ വ്യത്യാസം മാത്രമേ നിങ്ങളുള്ളൂ. സമയപരിമിതി മൂലം നിജേഷ് ചർച്ച പൂർത്തിയാക്കാൻ സമയപരിമിതിയുണ്ട്. വസീഫ്, അതായത് നിജേഷ് ഒറ്റ ചോദ്യമേ ഉള്ളായിരുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യം പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? നിജേഷ്, ഈ ചോദ്യമാണ്. നിങ്ങൾ പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യമുണ്ടോ? ഞങ്ങളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാ. ഇനി ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞതാ. ഇനി കൈരളി ചാനൽ ഒരു ദിവസം കൊണ്ട് ഇരുത്തി പറയും, അല്ല, നിങ്ങൾ സഖ്യമുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. അത് തന്നെയാണ് നിജേഷ്. സമയപരിമിതി മൂലം ഞാൻ ചർച്ചയുടെ അവസാനം. പക്ഷേ നിജേഷ്, ഒരു കാര്യം, ഈ ചർച്ച ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ, ചർച്ച സംഗ്രഹിക്കുമ്പോൾ നിജേഷ്, സാധാരണഗതി നിജേഷ് സമയം വെച്ചിട്ടല്ല, വസീഫിന്റെ മൈതാന പ്രസംഗം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം പ്രശ്നമില്ലായിരുന്നു. അതല്ല നിജേഷ്, ഈ ചർച്ച കണ്ടുകൊണ്ടിരുന്നവർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിജേഷ് പറഞ്ഞത്, കേരളം കേട്ടത്, കൈരളി പ്രേക്ഷകർ കേട്ടത് 4 കാര്യങ്ങളാണ്. ഒന്നൊരു ശബരിമല, ഒന്നൊരു PM-ശ്രീ, ഒന്ന് ASF. ഇത് മാത്രമാണ് കേട്ടത്. 2015 മുക്കം. നിങ്ങളോട് ചോദിച്ച് എം ജയചന്ദ്രൻ ചോദിച്ച ചോദ്യമാണ്, ഇലക്ട്രേറ്റിനോട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ആ ചോദ്യം നിങ്ങൾ മറുപടി പറഞ്ഞോ? നിങ്ങളുടെ ഉത്തരവാദിത്വം ഇതാണോ? കൈരളി ചാനൽ നിങ്ങളെ പ്രസംഗം കേൾപ്പിച്ചു, എന്തിന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണം? നിങ്ങളോട് ചോദിച്ച ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ തീരുമായിരുന്നു നിജേഷ്. ഈ പ്രശ്നം ഏതായാലും നിജേഷ്, ഈ പ്രസംഗം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 4 വാക്കുകളെ കേട്ടുള്ളൂ. അതിലൊന്ന് ശബരിമല, ഒന്ന് PM-ശ്രീ, ഒന്ന് ASF, 2015 മുക്കം. അതല്ല നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടിയിരുന്നതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി. ഏതായാലും സമയപരിമിതി മൂലം ചർച്ചയോടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ V. വസീഫ്, ജയചന്ദ്രൻ, നിജേഷ്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ വളരെ ഗൗരവത്തിലുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് മതരാഷ്ട്രവാദികൾക്ക് UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ, ഒരുപക്ഷേ കേരളത്തിലെ ഒരാൾ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. UDF സംവിധാനം അങ്ങനെ നിൽക്കണം, മതനിരപേക്ഷ ഉള്ളടക്കത്തിന് പിന്തുണ നൽകുന്നവരായിരിക്കണം UDF എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതിന് വിരുദ്ധമായി വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്താലും വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.